എടാ രണ്ടെണ്ണം ഇപ്പുറത്ത് പോകണേ. എടാ അത് പ്രശ്നമില്ല, അത് നമുക്ക് പിന്നെ എടുക്കാം. നീ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ട് ചാട്. എടാ നിനക്ക് ഇതല്ലാണ്ട് വേറെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല ലൈസ് ഒന്നാന്. വീടാകുമ്പോ ചങ്ങായിമാരൊന്നും അടങ്ങാറാക്കാൻ ഉണ്ടാവില്ല. നമുക്ക് സുഖമായിട്ട് തിന്നാം. ഒന്നെനക്ക് ഒന്ന് നിനക്ക്, ഒന്നെനക്ക് ഒന്ന് നിനക്ക്, ഒന്നെനക്ക് ഒന്ന് നിനക്ക്, ഒന്നെനക്ക് ഒന്ന് നിനക്ക്. പ്രേതാന്നില്ലത് ഉറപ്പാണ്. പ്രേതാഭൂതം ഞാൻ തീരുമാനിച്ചോളൂ. നീ നടക്ക്. നീ എവിടുന്ന കേട്ടെ? ഉസ്താദ് എവിടുന്ന കേട്ടെ? എവിടുന്ന കേട്ടെ? ഉസ്താദ് ഇല്ലതാണ് എന്റെ ധൈര്യം. നീ ബേജാറല്ല സലാമ. പുറത്ത് രണ്ടെണ്ണം ഉണ്ട്, അത് മറന്നോയാ? പുറത്തിലെ രണ്ടെണ്ണം എന്താ ചെയ്യണ്ടി? ആ പുറത്ത് രണ്ടെണ്ണം ഉണ്ടല്ലേ, ഒന്ന് ഞാൻ തിന്ന, ഒന്ന് നീ തിന്ന. ആ ചെറുനാരങ്ങ പച്ചമുളക് 5 റുപ്യക്ക് ആക്കിയാ. 5 റുപ്യക്ക് എന്താ കിട്ടുക മോനെ? എന്റെ 5 റുപ്യ ഇല്ലു. ചെറുതായിരിക്കും പച്ചമുളക് പച്ചമുളകാ ഒന്നേങ്ങ പിടിച്ചു. പൈസ ഇതിനെ കൊണ്ട് മുട്ടായി വാങ്ങാ. അതില് നമുക്ക് ശരിയാക്കടാ, നീ വിചാരണ്ട. ഓക്കെ ശരി, ശരിടാ. ഹലോ, എവിടെയില്ലേ? ഒരു പ്രശ്നമുണ്ട്, ഞാൻ കൂട്ടാൻ വരാം അങ്ങോട്ട്. ആ ഓക്കെ. എവിടെ മോനെ സാധനം? അപ്പുറം തന്നെ ഉസ്താദേ. വേഗം നടക്ക്, കുറെ സ്ഥലത്ത് പോവല്ലേ. ആ വണ്ടിന്റെ മുകളിലാണില്ലത്. ഈ വണ്ടിന്റെ മോളാ? അസ്തഗ്ഫിറുല്ലാഹ്. ഇത് മുന്തിയ സാധനമാണ്. ഇതിനിപ്പോ എന്താ ചെയ്യാ ഉസ്താദേ? ഞാനും മന്ത്രിക്കാം, കൂടെ കുടിക്കോ? പോയി. പിന്നെ നീ എന്താ കരുതിയേ? ഇപ്പൊ മനസ്സിലായടാ പഹയ ചില്ലറക്കാരനല്ല. പിന്നല്ലാണ്ട് ഉസ്താദേ, ഉസ്താദാണ് ഉസ്താദേ, ശരിയായ ഉസ്താദ്. ഞാൻ പേടിച്ചു പോയി. ഇപ്പൊ നമുക്ക് സമാധാനായ. എന്നാലേ സാധനം ഇവിടെ പോയിട്ടുണ്ടാലേ ഒരു പിടുത്തില്ലല്ലേ. നീ എന്താ കാണണെന്ന് പറഞ്ഞേ? ഒന്നും പറയണ്ട, തുടങ്ങുന്ന ബിസിനസ് എല്ലാം പൊട്ടിയിരുന്നു. അവസാനം ഒരു പടക്ക കമ്പനി തുടങ്ങി, അത് മാത്രം പൊട്ടിയിട്ടില്ല. രക്ഷപ്പെട്ടില്ലേ? എടാ പടക്കാതെ പൊട്ടാണ്ട് നീ. ഓ അവിടെ എന്റെ ഒരു ബെസ്റ്റ് ആളുണ്ട്, ഒരു ഉസ്താദ്. നീ ചുട്ട കോയിനെ പറപ്പിക്കാന്ന് കേട്ടിട്ടുണ്ടോ? ചുട്ട കോയിനെ തിന്നാന്ന് കേട്ടിട്ടുണ്ട്. നീ ഇമാതിരി കോമഡി ഉസ്താദിന്റെ മുമ്പ് പറഞ്ഞല്ലേ. വാ നടക്ക്. ഉസ്താദെ, ഇയാളെ തുടങ്ങുന്ന ബിസിനസ് മൊത്തം പൊളിഞ്ഞെടുക്കാം. അതിന്റെ കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാ. എവിടെ പറയാ ഉസ്താദ് എന്റെ ബിസിനസ് ബിസിനസിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. എന്റെ പൊര എവിടെന്ന് പറ. 3-ാം മൈലിന്ന് വലത്തോട്ടുള്ള റോഡ്, അതിൽ 2 വീട് കഴിഞ്ഞിട്ട് 3-ാമത്തെ വലിയ വീട്. ആ വള്ളം പെയിന്റ് അടിച്ച വലിയ വീടല്ലേ, അതിന്റെ അടുത്തല്ല നമ്മളെ സൈതലവിന്റെ വീട്. അതല്ല നമുക്കറിയാം. അവിടെ തന്നെ, അതിനടുത്ത്. എന്നാ വിട്ടോ, നാളെ രാവിലെ 9 മണി അവനെ നടത്തിക്കോളൂ. അപ്പൊ ഉസ്താദ് എന്റെ പ്രശ്നങ്ങൾ പറയണ്ടേ? നിന്റെ പ്രശ്നങ്ങളെല്ലാം കാണുന്നുണ്ട് പഹയ, നീ ധൈര്യമായിട്ട് പോയിക്കോ. ഉസ്താദ് കറക്റ്റ് ടൈമാന്നല്ല. വാ കേക്കും അറിയില്ലേ? അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഓ ഇതുപോലെ ഇതുവരെ അറിയില്ലേ? നടക്ക നടക്ക്. ഒരു മിനിറ്റ്.
ഇതാണ് മോനെ സാധനം. ഇതാണ് നിങ്ങളെല്ലാ പ്രശ്നം ഇതിലാ കിടക്കുന്ന. മനസ്സിലായോ? ഇനി ഒന്നും ഉണ്ടാവില്ല. ഉസ്താദേ, ഒരു മിനിറ്റ്. എന്താന്ന് മോനെ? എടാ ഉസ്താദ് സൂപ്പറല്ലേ, എത്ര കൊടുക്കണ്ടേ? അതൊന്നും കുഴപ്പമില്ലാന്ന്. നമ്മ ഇത് പൈസക്ക് വേണ്ടിക്ക് ചെയ്യുന്നൊന്നല്ല. നിങ്ങളെ സന്തോഷം 4000 5000 അത് നിങ്ങളെല്ലാം ഇഷ്ടം പോലെ. മോനെ പറ. ഉസ്താദേ, ഇത് കുഴിച്ചിട്ട് നമുക്കറിയാം ആരാന്ന്. മോനിങ്ങ വന്നേ. എടാ ഉസ്താദ് ചക്കര പറപ്പിക്കുവാ. പറപ്പിക്കുന്ന മട്ട കാണുന്നു. ഞാൻ ഇന്നലെ രാത്രി മൂത്രിക്കാണ് എണീച്ചരോ എന്തോ ഒച്ച കേട്ടിട്ട് പുറത്തേക്ക് നോക്കി. എന്നൊരു ഉസ്താദ് ഉണ്ട് ഈ കുപ്പി കുഴിച്ചിടുന്നു. ഞാൻ ഇത് അവരോട് പറയട്ടാ? വേണ്ട മോനെ. ആ തൽക്കാലം പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഉസ്താദ് പഞ്ചായത്തിലല്ല ഈ ജില്ലയിലേ ഉണ്ടാവാൻ പറ്റില്ല. ഇല്ല മോനി കാര്യം ആരോട് പറയാൻ പാടില്ല. ഞാൻ ഈ പഞ്ചായത്തിലല്ല ജില്ലയിലല്ല എവിടെ ഉണ്ടാവില്ല. ഓരോ മോനെ ഞാൻ കുറച്ച് ദിവസത്തെ വീട് ഉണ്ടാവില്ല കേട്ടാ. അമേരിക്ക വരെ പോകണം. ഞങ്ങളെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിടിച്ചോ. അപ്പൊ ഉസ്താദെ പൈസ പൈസ എല്ലാം ജിപേ. പൈസ ജിപേ